ശാപമോക്ഷം കിട്ടാതെ കോഴിക്കോട് KSRTC ടെർമിനൽ കെട്ടിടത്തിന്റെ ബലക്ഷയം കരാർ ലഭിച്ച കമ്പനി തന്നെ തീർക്കണമെന്ന സർക്കാർ തീരുമാനത്തോട് യോജിക്കാനാവില്ല എന്നാണ് കമ്പനിയുടെ നിലപാട്. ഇതോടെ കോടികൾ മുടക്കി പണിത ടെർമിനൽ കെട്ടിടത്തിന്റെ ഭാവി വീണ്ടും അനിശ്ചിതത്വത്തിലായി. കെട്ടിടത്തിന്റെ പണി പൂർത്തിയാക്കിയ ശേഷം 2021 ടെർമിനൽ സ്വകാര്യ കമ്പനിക്ക് 30 വർഷത്തെ പാട്ടകരാറിന്റെ അടിസ്ഥാനത്തിൽ KTDFC ഒപ്പിട്ട് നൽകിയത്. ഇതിനു പിന്നാലെ കെട്ടിടത്തിന് ബലക്ഷയമുണ്ടെന്ന് മദ്രാസ് IIT റിപ്പോർട്ട് പുറത്തുവന്നു. കെട്ടിടത്തിലെ തൂണിന്റെ അടക്കം 90% ബലപ്പെടുത്തണമെന്ന നിർദ്ദേശമാണ് IIT മുന്നോട്ട് വെച്ചത്. ഇതിനായി 30 കോടി രൂപ ചിലവ് വരുമെന്നും കണക്കാക്കി. ഇതോടെയാണ് പ്രതിസന്ധി ഉടലെടുത്തത്. 75 കോടിയോളം രൂപ ചെലവാക്കിയാണ് ടെർമിനലിന്റെ പണി പൂർത്തിയാക്കിയത്. 30 വർഷം കൊണ്ട് 250 കോടിയോളം വരുമാനം ടെർമിനലിൽ നിന്ന് ലഭിക്കുമെന്നായിരുന്നു സർക്കാരിന്റെ സ്വപ്നം. എന്നാൽ കെട്ടിടത്തിന്റെ ബലക്ഷയം കരാറെടുത്ത സ്വകാര്യ കമ്പനി തന്നെ പരിഹരിക്കണമെന്നാണ് സർക്കാർ കഴിഞ്ഞ ദിവസം യോഗം കൂടി തീരുമാനമെടുത്തത്. എന്നാൽ ഇതിനോട് അനുകൂല നിലപാടല്ല കമ്പനിക്ക്. കെട്ടിടം കൈമാറി 1 മാസം കഴിഞ്ഞാണ് ബലക്ഷയവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പുറത്തു വന്നതെന്നാണ് ആരോപണം. എത്രയും പെട്ടെന്ന് കൃത്യമായിട്ടുള്ള ഒരു തീരുമാനമെടുത്ത് ആ വ്യാപാര സമുച്ചയം തുറന്നു പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കണം. അത് KTDFC ആണെങ്കിൽ KTDFC നേരിട്ട് അത് ഏറ്റെടുത്ത് KTDFC നേരിട്ട് തന്നെ ആ ആളുകൾക്ക് അതിന് വ്യാപാരം നടത്താൻ ആവശ്യമായിട്ടുള്ള കരാറുകളിൽ ഏർപ്പെട്ട് മുന്നോട്ട് പോകാൻ ആ തരത്തിലൊരു റിസ്ക് എടുക്കാൻ സർക്കാർ തയ്യാറാവേണ്ടതായിട്ടുണ്ട്. ആ ബാധ്യതയിൽ നിന്ന് കരകയറാൻ ആവശ്യമായിട്ടുള്ള പൊളിറ്റിക്കൽ തീരുമാനം, രാഷ്ട്രീയ തീരുമാനം സർക്കാർ എടുക്കണം എന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ആവശ്യപ്പെടുന്നത്. കെട്ടിടം ബലപ്പെടുത്താതെ ടെർമിനലിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിക്കില്ല. സർട്ടിഫിക്കറ്റ് ലഭിച്ചില്ലെങ്കിൽ കെട്ടിടം വാടകയ്ക്ക് നൽകാനും കഴിയില്ല. നഗരത്തിന്റെ ഹൃദയഭാഗത്ത് കോടികൾ വിലമതിക്കുന്ന KSRTCയുടെ ഭൂമിയാണ് ഇതോടെ ഉപയോഗശൂന്യമായി കിടക്കുന്നത്. ജനം, കോഴിക്കോട്.